സങ്കീർത്തനം 46 അധ്യായം 4 തിരുവചനം. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾക്കും അനിശ്ചിതങ്ങൾക്കുമിടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും കരുതലിനെയും കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ ഒരു വാക്യമാണിത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ വാസസ്ഥലമായ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന അരുവികളുള്ള ഒരു നദിയുണ്ട് എന്നതിൽ പറയുന്നു. ഈ വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെയും ദൈവം നൽകുന്ന ഉപജീവനത്തെയും കാണിക്കുന്ന, ദൈവത്തിൻ്റെ നഗരത്തിന് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു നദിയെ സങ്കീർത്തനക്കാരൻ വിവരിക്കുകയാണ്. ദൈവത്തിൻ്റെ നഗരം, ആ ദൈവത്തിൻ്റെ നഗരം സൂചിപ്പിക്കുന്നത് അവൻ്റെ വാസസ്ഥലത്തെയും അവനിൽ അഭയവും സുരക്ഷിതത്വവും കണ്ടെത്തുന്ന അവൻ്റെ വിശ്വസ്ത അനുയായികളെയും കാണിക്കുന്നു. ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആഴത്തിലുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുവാൻ കഴിയും എന്നതാണ്. ഒരു നദി ഒരു നഗരത്തിന് ജീവൻ നൽകുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് പോഷണവും ആശ്വാസവും ആത്മീയമായ ഉണർവും നൽകുന്നു. നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നറിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ആശ്വാസം കണ്ടെത്താം. ആ ദൈവം നമ്മുടെ ജീവജലത്തിൻ്റെ ഉറവിടമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരവും അചഞ്ചലവുമായ ഒരു ദാതാവാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ അഗാധമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുകയും നമ്മുടെ ആത്മീയമായ ദാഹം ശമിപ്പിക്കുകയും ചെയ്യും. സങ്കീർത്തനം 46:4 നമ്മെ ദൈവസന്നിധിയിൽ അന്വേഷിക്കുവാനും അതിൽ വസിക്കുവാനും അവനിൽ യഥാർത്ഥ നിർവൃതിയും സംതൃപ്തിയും കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ സന്തോഷവും സമാധാനവും ബാഹ്യഘടകങ്ങളെ ആശ്രയിച്ചില്ല, മറിച്ച് അത്യുന്നതനുമായുള്ള നമ്മുടെ ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷവും സമാധാനവും ശക്തിയും കൈവരുത്തിക്കൊണ്ട് അവൻ്റെ ജീവജലത്തിൻ്റെ അരുവികൾ നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് അനുദിനം ദൈവത്തിൻ്റെ സാന്നിധ്യം തേടാൻ ഈ വാക്യം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ ആത്മാക്കളുടെ വിശുദ്ധ വാസസ്ഥലമായ അവനിൽ നമ്മുടെ യഥാർത്ഥ സംതൃപ്തി കണ്ടെത്താം.